നിങ്ങളുടെ ബിസിനസ് ബിഗിനിങ് സ്റ്റേജിൽ മെച്ചപ്പെടാത്തതിൻ്റെ മെയിൻ കാരണം ഇതാണ്. നിങ്ങൾ ഒരു ബിഗിനറാണ്. ബിഗിനിങ് സ്റ്റേജിൽ നിൽക്കുന്ന നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പ്രോ ലെവൽ ഓൺടർപ്രണേഴ്സ് അല്ലെങ്കിൽ പ്രോ ലെവൽ ബിസിനസ് ഓണേഴ്സ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ സംഭവം പ്രോ ലെവൽ ചെയ്യേണ്ട ആൾക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ബിഗിനേഴ്സ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് പൂട്ടിപ്പോകും. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഫ്രം മൈ എക്സ്പീരിയൻസ്, നിങ്ങൾ പഠിച്ചു വെച്ചേക്കുന്നത് ചിലപ്പോൾ MBA കോളേജിൽ പഠിച്ചായിരിക്കാം, ഇല്ലെങ്കിൽ വലിയ വലിയ ഓൺടർപ്രണേഴ്സ് പറയുന്ന കാര്യങ്ങൾ കേട്ട് പഠിച്ചായിരിക്കാം. ഫ്രഷേഴ്സിന് എടുക്കുക, ജെൻസിയിൽ എടുക്കുക, അവർക്ക് കുറേ വർക്കിംഗ് കംഫർട്ട് കൊടുക്കുക, അവർക്കെല്ലാം അങ്ങോട്ട് വായിൽ അങ്ങോട്ട് വെച്ച് വിളമ്പി കൊടുക്കുക, എന്നിട്ട് അവരെ അങ്ങോട്ട് പൊത്തി പൊത്തി വളർത്താം. സി, അതിവിടെ നടക്കും. ബിക്കോസ് ദേ ഹാവ് ദി സിസ്റ്റംസ്, ദേ ഹാവ് ദി പീപ്പിൾ ടു ഡു ദാറ്റ്. സി, അവർക്ക് ഒരു പബ്ലിക് ഇമേജ് ഉണ്ട്, അത് അവർ മെയിൻറ്റെയിൻ ചെയ്യണം. നല്ലൊരാളായിട്ട് നിന്നാലേ അവരുടെ കമ്പനിയുടെ മാർക്കറ്റിംഗ് പ്രോപ്പറായിട്ട് പോകുള്ളൂ, എന്നാലേ കമ്പനിയിൽ പുതിയ പുതിയ ആൾക്കാർ വരുള്ളൂ. പക്ഷേ നിങ്ങളൊരു ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ എടുക്കുന്ന ആൾക്കാർ അതുപോലത്തെ ആണ് എന്നുണ്ടെങ്കിൽ, കുറെ ഫണ്ട് വേണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ബിസിനസ് കൂട്ടിപ്പോകും. ബിക്കോസ് യു ഗൈസ് ആർ ഓൺ ദി ഹസലിംഗ് സ്റ്റേജ്. നിങ്ങൾ ഹസൽ ചെയ്തുകൊണ്ടിരിക്കണം. ഹസലിൻ്റെ ഇടയിൽ ഫണ്ടിന് സ്ഥലമില്ല. സോ ബിഗിനിങ് സ്റ്റേജിൽ എപ്പോഴും ഒരു സിസ്റ്റത്തിൽ നിന്ന് വർക്ക് ചെയ്തിരുന്നിരിക്കും. ബിഗിനിങ് സ്റ്റേജിൽ എപ്പോഴും ഒരു സിസ്റ്റത്തിൽ നിന്ന് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ എടുക്കാൻ നോക്കുക. ടേക്ക് പീപ്പിൾ ഹു നോ ഹൗ ടു ബിൽഡ് എ സിസ്റ്റം. അവർ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ ബിഗിനിങ് സ്റ്റേജിൽ ബിഗിനേഴ്സ് ചെയ്യേണ്ട കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ഓക്കെ, നിങ്ങളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ഹയർ ചെയ്യുന്ന രീതി, നിങ്ങൾ റൺ ചെയ്യുന്ന രീതി, ഇതെല്ലാം ബിഗിനിങ് സ്റ്റേജ് ഓൺടർപ്രണേഴ്സ് അല്ലെങ്കിൽ ബിഗിനിങ് സ്റ്റേജ് ബിസിനസ് ആര് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. ഒരു വലിയ ഓഫീസ് എടുക്കേണ്ട ആവശ്യമില്ല. ഇഫ് യു ഡോണ്ട് ഹാവ് വാക്കിൻ, കസ്റ്റമർ വാക്കിൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു വലിയ ഓഫീസ് എടുക്കേണ്ട. അതൊക്കെ ഇവിടെ മതി വലിയ ഓഫീസ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആദ്യം വേണ്ട ടീം ഏതാണ്? കറക്റ്റ് ആൾക്കാർ മതി. AC ഫർണിച്ചർ സാധനങ്ങളൊന്നും വേണ്ട, കറക്റ്റ് ആൾക്കാർ. ടീമിന് എന്താ ആവശ്യം? ബിഗിനിങ് സ്റ്റേജിൽ ഓൺടർപ്രണേഴ്സ് നേരെ HR ഹയർ ചെയ്യും. എന്താ നിങ്ങൾക്ക് HR കൊണ്ട് ഗുണമുള്ളത്? നിങ്ങൾക്ക് ഹയർ ചെയ്താൽ പോരെ. സോ സ്റ്റോപ്പ് മേക്കിംഗ് സച്ച് മിസ്റ്റേക്സ്. ഓക്കെ, MBA പഠിപ്പിക്കുന്നത് ഇവിടത്തെ കാര്യങ്ങൾ. MBA ആയാലും അല്ലെങ്കിൽ പല ആൾക്കാരും പല ഓൺടർപ്രണേഴ്സും പറയുന്ന പ്രോ ലെവലിലുള്ള കാര്യങ്ങളാണ്. പ്രോ ലെവലിലുള്ള കാര്യങ്ങൾ പ്രോയിൽ എത്തുമ്പോൾ മാത്രം ചെയ്താൽ മതി. സി, ഇവിടെ നിങ്ങൾ ലേണിംഗ് സ്റ്റേജിലാണ്. ഇവിടെയാണ് മിഡ് ടേം ഇന്റർമീഡിയറ്റിലേക്ക് വരുന്നവരെയാണ് നിങ്ങൾ പല കാര്യങ്ങളും പഠിക്കുന്നത്. എങ്ങനെയാണ് മണി ഉണ്ടാക്കുന്നത്? യു ആർ ഇൻ ദ ലേണിംഗ് സ്റ്റേജ്. ക്യാഷ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇവിടം തൊട്ട് ബിഗിനർ തൊട്ട് ഇന്റർമീഡിയറ്റ് വരെയുള്ള വഴിയിലാണ് നിങ്ങൾ പഠിക്കുന്നത്. യു ലേൺ ഹൗ ടു മേക്ക് മണി ഇൻ ദിസ് സ്പാൻ ഓഫ് ടൈം. ഈ ടൈം പീരീഡിലാണ് നിങ്ങൾ ക്യാഷ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പഠിക്കുന്നത്. അതിനുശേഷം യു ഹാവ് ടു റീലേൺ. ഓക്കെ, നിങ്ങൾ ഇതെല്ലാം ഇവിടെ പഠിച്ച ഇങ്ങനെ ചെയ്യണമെന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ കൊണ്ട് കളഞ്ഞിട്ടാണ് നിങ്ങൾ ഇത് പഠിക്കുന്നത്. ഓക്കെ, കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. എന്നിട്ട് നിങ്ങൾ മിഡ് ടേമിലേക്ക് പോകുമ്പോൾ ഇന്റർമീഡിയറ്റ് ബിസിനസ് ഓണറായിട്ട് പോകുമ്പോൾ യു ഹാവ് ടു റീലേൺ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഫ്രഷേഴ്സിന് എടുത്ത് തുടങ്ങണം. അവരെ പയ്യെ മോൾഡ് ചെയ്ത് കൊണ്ടുവരണം, പുതിയ സിസ്റ്റംസ് ഉണ്ടാക്കി കൊണ്ടുവരണം. നിങ്ങൾക്ക് എങ്ങനെയാണ് ക്യാഷ് വരുന്നതിൻ്റെ ഏകദേശം ഒരു ഫ്ലോ മനസ്സിലാവും. അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യണം. എന്നിട്ട് അതിനുശേഷം ഇവിടെ നിങ്ങൾ ക്യാഷ് വന്നു തുടങ്ങും. ഇവിടെ ഇന്റർമീഡിയറ്റിലാണ് നിങ്ങൾക്ക് ക്യാഷ് വന്നു തുടങ്ങും. അവിടെ നിന്ന് നിങ്ങൾ വലിയ ടീം ബിൽഡ് ചെയ്യേണ്ടി വരും. എന്നിട്ടാണ് പിന്നെ നിങ്ങൾ പ്രോ ലെവലിലേക്ക് പോകുന്നത്. അപ്പോഴും നമ്മൾ ഇന്റർമീഡിയറ്റിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ പോകാം. ഈ സംഭവങ്ങളൊന്നും പിന്നെ വർക്കൗട്ട് ആവില്ല. പിന്നെ നമ്മൾ പ്രോ ലെവലിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ആദ്യം പഠിച്ച സാധനങ്ങൾ പിന്നെയും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അതായത് സൊസൈറ്റി ഗൈഡ് ലൈൻസ്, ആൾക്കാരെ പ്രീതിപ്പെടുത്തണം, HR വേണം. ഞാൻ HR മോശം പറഞ്ഞല്ലണ്ട, HR റിയലി ഇമ്പോർട്ടൻറ്റ്. ബട്ട് ഇനീഷ്യൽ സ്റ്റേജിൽ ആവശ്യമില്ല. പ്രോ ലെവലിലേക്ക് പോകുമ്പോൾ വി നീഡ് ദം. അതുപോലെ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയണം. അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. യു ഹാവ് ടു ലേൺ ടു അൺലേൺ. ചില സാധനങ്ങൾ പഠിച്ചു വെച്ച സാധനങ്ങൾ അതങ്ങനെ തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. യു ഹാവ് ടു അൺലേൺ. പഠിച്ച സാധനങ്ങൾ പ്രാക്ടിക്കാലിറ്റി വഴി നിങ്ങൾ നോക്കുമ്പോൾ ഓക്കെ ദാറ്റ് ഈസ് വർക്കിംഗ്, അത് വർക്ക് ചെയ്യുന്നുണ്ട്, അപ്ലൈ ചെയ്ത് നോക്കാം. ആ ഒരു മെൻറ്റാലിറ്റി കീപ്പ് ചെയ്താലേ ബിസിനസ്സിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, ഓൺടർപ്രണർഷിപ്പിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഗൈസ് ഡു ദാറ്റ്. അപ്പോൾ ഇനി ഇതുപോലത്തെ നിങ്ങൾക്ക് വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഐ എം ടീച്ചിങ് യു ഗൈസ് ബിസിനസ് ഫോർ ഫ്രീ. നിങ്ങളെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും ആവട്ടെ, പഠിച്ച് വലുതാവും മക്കളെ. സോ ഇനിയും ഇതുപോലത്തെ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ഡു ഫോളോ. ഞാൻ നിങ്ങളെ ഫ്രീ ആയിട്ട് ഓൾഡ് സ്കൂൾ വേ ചോക്കും ബോർഡും വെച്ച് പഠിപ്പിക്കാമെന്ന് വിചാരിച്ചേക്കണം ഫ്രീ ആയിട്ട്. സോ ജോയിൻ.
ജോയിൻ അല്ല, ഫോളോ ചെയ്തേക്ക്. ഓക്കെ, ബൈ.